22 അധ്യായം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 22. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 20 വാക്യം, വേഴ്സ് 20. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളിച്ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. താങ്ക് യു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ താൻ കാൽവറി ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിക്കുവാനായിട്ട് ഒരുമിച്ചിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞരുളി ചെയ്ത ഒരു വാചകമുണ്ട്: ഞാനിത് നിങ്ങളോടുകൂടെ കഴിപ്പാൻ എത്ര വാഞ്ചയോടെ ഞാൻ കാത്തിരുന്നു. ഗൾഫിൻ്റെ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ ഒമാനിൽ, മസ്കറ്റിൽ ചുറ്റുപാടും ഈ സ്ഥലം സഭകൾ എല്ലാവരുടെ ചേർന്ന് ഇന്ന് ഇങ്ങനെ കർത്താവിനെ ആരാധിക്കുവാൻ ഇങ്ങനെ ഒരു ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയല്ലോ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരനുഭവമാണ്. ആദ്യത്തെ പാട്ട് നമ്മൾ പാടിയപ്പോൾ തന്നെ ആ ഉയർന്ന ആ സ്തുതിയുടെ ആ ഗീതം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുകയായിരുന്നു. സന്തോഷം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയായിരുന്നു. ഭക്തകവിയൊക്കെ പാടുന്നത് പോലെ നാം ഒരുമിച്ച് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. മസ്കറ്റ് അസംബ്ലി ക്രമീകരിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന കൺവെൻഷനോടുള്ള ബന്ധത്തിലും ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിലും എന്നെ ക്ഷണിക്കുകയും എനിക്ക് പ്രദേശത്തേക്ക് വരാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്തു. സ്വർഗത്തിലെ ദൈവം അങ്ങനെ അനുവദിച്ചു. ദൈവത്തിന് കൃപ തോന്നി. ഞാൻ കഴിഞ്ഞ 18-ാം തീയതി വന്നു. ഇന്ന് 18-ാമത്തെ ദിവസമാണ്. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ 6 മണിക്ക് ഞാൻ ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് പോകും. 8:50-നാണ് എൻ്റെ ഫ്ലൈറ്റ്. ഡൽഹിക്കാണ് പോകുന്നത്. അതിനുശേഷം ബോംബെക്ക് പോകണം. അതിനുശേഷം 11-ാം തീയതി മടങ്ങി നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. യാത്രയുടെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ വരുന്ന 18-ാം തീയതി എൻ്റെ മകളുടെ വിവാഹമാണ്. കഴിഞ്ഞ ജൂലൈ 12-ന് ആ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇങ്ങനെ കല്യാണം വിളിച്ചാൽ നിങ്ങളാരും വരത്തില്ല എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒക്ടോബർ 18-ാം തീയതി പുനലൂരിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവ് വേണ്ടുന്ന ദൈവകൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ കടന്നു വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായി തീരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ടിക്കറ്റൊന്നും എടുത്തു തരാൻ ആരും പറയരുത്. പറഞ്ഞാൽ തീർച്ചയായിട്ടും എടുത്തും തരും. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ഇത്രയും ദിവസം ഇവിടെ ആയിരിക്കാനും നിങ്ങൾ കൂടുന്ന സ്ഥലം സഭകളിലൊക്കെ വരുവാനും തന്ന ശുശ്രൂഷകൾ നിവർത്തിപ്പാനും കർത്താവ് കൃപ ചെയ്തു. സ്ഥലം സഭകളെ ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ മസ്കറ്റ് അസംബ്ലി അവിടെയുള്ള എൽഡേഴ്സ്, ഞാൻ ആരുടെയും പേരൊന്നും ഞാൻ എടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. എൻ്റെ ഹൃദയത്തിലുണ്ട്, നിങ്ങളുടെയും ഹൃദയത്തിലുണ്ട്. നിങ്ങൾ എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും എനിക്ക് ആവശ്യം പോലെ ഭക്ഷണം തന്നു. നിങ്ങളുടെ സ്നേഹം വാരിക്കോരി എനിക്ക് തന്നു. എല്ലാത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് പല വീടുകളിൽ പാർക്കാനായിട്ടിടയായി. വളരെ ബുദ്ധിമുട്ടുകൾ ആ നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് വരും ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്,
ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചത്. നമ്മുടെ കർത്താവ് മടങ്ങി വരാനായിട്ട് എത്രയധികം വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എത്രയും വേഗം വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കണം. കർത്താവിൻ്റെ ആ ഹൃദയം നിറഞ്ഞ ആഗ്രഹം ഉള്ളിൽ എടുത്തുകൊണ്ട് യോഹന്നാൻ പറയുന്ന മറുപടിയാണ് ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. പലരും പറയാറുണ്ട് വേഗം എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല. വേഗം പറയേണ്ട ആവശ്യമില്ല. കാരണം യോഹന്നാൻ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെ അങ്ങെങ്ങനെ പറഞ്ഞോ, ഏത് ഉൾവിളിയോടെ പറഞ്ഞോ, ആഗ്രഹത്തോടെ പറഞ്ഞോ, അതേ ആഗ്രഹത്തോടെ. ഇംഗ്ലീഷിൽ ഒരു വാക്കുകൂടെ ഉണ്ട്, ആമേൻ ഈവൻ സോ. ആമേൻ ഈവൻ സോ. എത്ര നല്ല ഒരു മറുപടിയാണ്. നമ്മൾ പലപ്പോഴും യോഹന്നാനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ലായിരുന്നു, ആ വേഗമെന്നുള്ള വാക്കുകൂടെ വേണമായിരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെങ്കിൽ യോഹന്നാൻ ആ വാക്കുകൾ പറയുന്നത് ആമേൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹത്തിന് നമുക്ക് ആമേൻ പറയാനിടയായിത്തീരും. അതാണ് ദൈവമക്കൾ, അതാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് എന്തു പറയുന്നോ അതിന് ആമേൻ പറയാനായിട്ട് ഇടയായിത്തീരാം. യെസ് ലോഡ്, നോ എന്നൊരു വാക്കില്ല. യെസ്, യെസ് ലോഡ് എന്നൊരു വാക്ക് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുക. ഈ വാക്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ മക്കളെ എത്രയും പെട്ടെന്ന് ചേർക്കുവാനും കർത്താവിന് ഒരാഗ്രഹം കൂടിയുണ്ട്. കർത്താവിന് കാര്യം തീർക്കണം. കർത്താവിന് കാര്യം തീർക്കണം. പ്രവാചകൻ പറയുന്നത് അവൻ കാര്യം തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കൈകൾ ബലപ്പെട്ടിരിക്കും. നമ്മൾ പ്രത്യാശയോടെ കർത്താവിനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് വേഗം മടങ്ങി വരും. പക്ഷേ നമ്മുടെ കർത്താവ് വരുന്നതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് അവൻ കാര്യം തീർക്കാൻ വേണ്ടി വരാനായിട്ട് പോവുകയാണ്. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പ്രസ്താവനകൾ, അല്ലെങ്കിൽ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ, കർത്താവ് ആയിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അക്കമിട്ട് പറഞ്ഞ് മുന്നോട്ട് പോകാനേ നിവൃത്തിയുള്ളൂ. വലിയൊരു പ്രസംഗം ചെയ്യാൻ എൻ്റെ മുമ്പാകെ സമയമില്ല. എൻ്റെ ചുറ്റും ക്ലോക്കാണെന്ന് തോന്നുന്നു. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും സമയം കൃത്യമായിട്ട് കാണാം. അതുകൊണ്ട് ഒരു വലിയ പ്രസംഗമായിട്ട് നിങ്ങളത് എടുക്കാതെ ഓരോ വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് കോറിയിടുവാൻ, നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് കുറിച്ചു വെക്കുവാൻ, ഈ ഒമാൻ്റെ മണ്ണിൽ നമ്മളായിരിക്കുന്നിടത്തോളം കാലം, അല്ല ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മളായിരിക്കുന്നിടത്തോളം കാലം ഈ വാക്കുകൾ വലിയൊരു ഭയനിർദ്ദേശകമായിട്ട് നമ്മൾ ഓരോരുത്തരും എടുക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരിക. 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ അനേക കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. ഹീസ് എ റിസറക്റ്റഡ് ലോർഡ്. ഹീസ് എ റിസറക്റ്റഡ് ലോർഡ്. എന്തിനാണ് ദൈവവചനത്തിൽ ആവർത്തിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റവനാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളത് വായിക്കുന്നുണ്ട്. 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. അപ്പൊ നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ സമം അവിടുന്ന് വിശ്വസ്തനാണ്. അവിടുന്ന് വിശ്വസ്തനാണ്. അതിൻ്റെ അർത്ഥം വാക്കുമാറാത്ത വിശ്വസ്തനാണ്. താൻ പറഞ്ഞതുപോലെ താൻ ഉയർത്തെഴുന്നേറ്റു. അതാണ് അതിൻ്റെ അർത്ഥം. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിലും നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ് എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, അവൻ വിശ്വസ്തനായിരുന്നു. പൗലോസ് പറയുന്നുണ്ടല്ലോ, നാം അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തനായിട്ട് പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. നമ്മൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവിശ്വസ്തത കാണിച്ചാലും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ, സഭയോടുള്ള ബന്ധത്തിലോ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിലോ, ജോലിയോടുള്ള ബന്ധത്തിലോ, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കിവിടെ വന്ന് ഈ തിരുമേശയിൽ നിന്ന് പങ്കെടുക്കുവാനിടയായത് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. എൻ്റെ കർത്താവ്
വിശ്വസ്തനായതുകൊണ്ടാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ ആയിരിക്കുക. ഗൃഹവിചാരകന്മാരാണ് നമ്മളെല്ലാവരും. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. തുടർന്ന് താഴോട്ട് വായിക്കുന്നത്, ഇനി ഞാൻ വാക്യങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ ആ പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകുന്നു. അവൻ നമ്മളെ സ്നേഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ്. അവൻ നമ്മളെ സ്നേഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളൊക്കെ നമ്മളൊന്ന് ലിങ്ക് ചെയ്താണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ വിശ്വസ്തനാണ്. രണ്ട്, അവൻ നമ്മളെ സ്നേഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മൾ വായിച്ചു ഇന്ന് സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ, അവിടുന്ന് നമ്മളെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ വിടുവിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഇത്രയും വിടുതൽ പ്രാപിച്ചവരായിട്ട് ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാട്ടോ. അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ അവനെ സ്നേഹിക്കുന്നത് പോലെയല്ല. അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് അവിടുന്ന് നമ്മളെ വിടുവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നമ്മളെ രക്ഷിച്ച കർത്താവാണ്. രക്ഷിച്ച കർത്താവ് എന്ന് പറഞ്ഞാൽ രക്ഷിച്ച് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കർത്താവാണ്. നമ്മളെ രക്ഷിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വലിയ പ്രത്യാശ നൽകുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ആ 1-ാം അധ്യായമൊക്കെ പിന്നീട് നിങ്ങൾ വായിക്കുമ്പോൾ ഈ വാചകങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത്, 3-ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത. അത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ വെളിപ്പാട് പുസ്തകം ഞാൻ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും അനേക ഇടങ്ങളിൽ ക്ലാസ് എടുക്കാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഒരറിവ് എനിക്ക് ലഭിച്ചത്, നമ്മുടെ കർത്താവ് നമ്മളെ, അല്ലെങ്കിൽ നമ്മൾ ആത്മവിവശതയിൽ ആകുമ്പോൾ എൻ്റെ ഏകാന്തത മാറ്റുന്നവനാണ്. മനസ്സിലായല്ലോ? നമ്മൾ ആത്മവിവശതയിലാകുമ്പോൾ എൻ്റെ ഏകാന്തത മാറ്റുന്ന ഒരു കർത്താവാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് ഏകാന്തത മാറ്റും എല്ലാവരുടെയും ജീവിതത്തിൽ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. വി ഷുഡ് ബി ഇൻ ദ ലോർഡ്, അല്ലെങ്കിൽ ഇൻ ദ സ്പിരിറ്റ്. നമ്മൾ ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ആ ആത്മാവിനോട് ഞാനൊന്ന് ഇഴുകിച്ചേരുമ്പോൾ മാത്രമാണ്. അതായത് എനിക്ക് തന്നിരിക്കുന്ന ഈ ആത്മാവിന് പല ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്നതിൻ്റെ ആ ഉദ്ദേശം കൃത്യമായിട്ട് ഞാൻ നിറവേറ്റുമ്പോൾ എൻ്റെ ഏകാന്തത മാറ്റുന്ന ഒരു കർത്താവാണ്. ഇവിടെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, എനിക്ക് വ്യക്തമായിട്ടറിയാം, അനേകരുടെ ജീവിതങ്ങളിൽ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. ഭാര്യ ഉണ്ടെങ്കിലും, ഭർത്താവുണ്ടെങ്കിലും, മക്കളുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരുണ്ടെങ്കിലും, നമുക്ക് ജോലി ഉണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും, ഒരു പക്ഷെങ്കിൽ നമ്മുടെ എല്ലാ ജീവിതങ്ങളിൽ ഒരു വാക്കും നമ്മൾ അനുഭവിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഏകാന്തത. അങ്ങനെയാണെങ്കിൽ ഈ ഏകാന്തത എൻ്റെ കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ആയതുകൊണ്ടാണ് എൻ്റെ കർത്താവ് എനിക്ക് ഏകാന്തത തരുന്നത്. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ, അതായത് എൻ്റെ കണ്ണിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന ഓരോ കണ്ണുനീരും തുടയ്ക്കാൻ ആ മുറിഞ്ഞ കരം, അല്ലെങ്കിൽ ആ മുറിഞ്ഞ കരത്തിൻ്റെ സ്പർശനമുണ്ടെങ്കിൽ, കർത്താവേ നീ എനിക്ക് ഈ ഭൂമിയിൽ നൽകുന്ന ഓരോ കണ്ണുനീരിനായിട്ടും സ്തോത്രം. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാൻ, നമ്മുടെ ഏകാന്തത മാറ്റാൻ നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ, ഏതാണ്ട് 18 മാസം ഈ പ്രായത്തിലെത്തിയ ഈ യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടിട്ടും മരിക്കാതെ തന്നെ ആ സ്ഥലത്തേക്ക് എന്തിനു കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയി എന്തിനു വേണ്ടി ഇത്രയും കഷ്ടം അനുഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, തൻ്റെ ജീവിതത്തിലെ ഏകാന്തത മാറ്റുന്ന ഒരു കർത്താവ് ഞാനാണെന്ന് അദ്ദേഹത്തിന് മാത്രമല്ല, യോഹന്നാൻ അപ്പോസ്തലന് മാത്രമല്ല, ഇന്ന് ഇവിടെ എന്നെ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, കർത്തൃ ദിവസത്തിൽ താൻ ആത്മവിവശനായി. ഈ ഒരു ആത്മവിവശത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ സേവിക്കുവാൻ. അങ്ങനെ നമ്മൾ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലായി തീരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ,
അത് എത്രയോ ശ്രേഷ്ഠമാണെന്നറിയാം. പലരും, പല പ്രിയപ്പെട്ടവരും, ഭർത്താവ് നഷ്ടപ്പെട്ടവർ, ഭാര്യ നഷ്ടപ്പെട്ടവർ, എത്രയോ പേർ എത്രയോ വീടുകളിൽ, എത്രയോ റൂമുകളിൽ തനിച്ച് അവർ ആയിരിക്കുന്നു. ഞാൻ അങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ അവരെന്നോട് പറയാറുള്ള ഒരു വാക്കാണ്, ചെറിയാൻ സാർ എഴുതിയ അവസാനത്തെ ഒരു പാട്ടുണ്ടല്ലോ, അല്ലല്ല ഞാനിന്ന് അനാഥനല്ല, അല്ലലിൽ വലയുന്ന ഗതിയല്ല ഞാൻ. ആ ഒരു സിറ്റുവേഷൻ, കാരണം എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഒരുപക്ഷെങ്കിൽ യോഹന്നാൻ ആ പത്മോസ് ദ്വീപിൽ, ആ കരിമ്പാറ കൂട്ടങ്ങളുടെ നടുവിൽ എത്രയോ നാളുകൾ, എത്രയോ മാസങ്ങൾ താൻ അവിടെ ആയിരിക്കുന്നു. എന്നാൽ താൻ വിചാരിച്ചു താൻ ഏകനായിരിക്കുമെന്ന്. അല്ല. ഇനി അത് മാത്രവുമല്ല, ആ ഏകാന്തത മാറ്റുന്ന കർത്താവ് മാത്രമല്ല, തന്നോട് സംസാരിക്കുന്ന ഒരു കർത്താവാണ്. ഇതുപോലെ വേറെ ആർക്ക് പറ്റും പ്രിയമുള്ളവരെ? നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ ഏകാന്തത മാറ്റി നമ്മളോട് സംസാരിക്കുന്ന, യോഹന്നാൻ പറയുന്നത്, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾക്കാൻ ഞാനിന്ന് തിരിഞ്ഞു നോക്കിയാണ്. തനിക്ക് ആ നാദം കേൾക്കുകയല്ല ഇമ്പോർട്ടൻ്റ്, ആ നാദം ഒന്ന് കാണണം. നമ്മളോട് സംസാരിക്കുന്ന നാദത്തെ നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടോ പ്രിയമുള്ളവരെ? പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ കർത്താവിനെ ആരാധിച്ചപ്പോൾ, ഈ അപ്പവീഞ്ഞുകളിൽ നിന്ന് പങ്കെടുത്തപ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളോട് സംസാരിച്ച ആ നാദത്തെ നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞോ? നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കാണാനായിട്ട് കഴിഞ്ഞോ? വെളിപ്പാട് പുസ്തകം അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളോട് സംസാരിക്കുന്നവൻ മാത്രമല്ല, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് നമ്മുടെ കർത്താവ് സംസാരിച്ചു. മാത്രമല്ല, അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ കർത്താവ് പരിഹാരമുണ്ടാക്കി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം നിങ്ങൾ, അനേക പ്രതിസന്ധികളുടെ നടുവിലായിരിക്കാം നിങ്ങൾ, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ അടുക്കലുള്ള, നിങ്ങളോട് സംസാരിക്കുന്ന ആ നാദത്തെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, അവൻ നമ്മളോട് സംസാരിക്കാനായിട്ട് ആരംഭിക്കും. പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആ കർത്താവ് നമ്മളോട് പറയുന്നത് പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും അടുത്തൊരു പ്രത്യേകത 1-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. അവൻ വലങ്കൈ നമ്മളുടെ മേൽ വെക്കുന്നവനാ പ്രിയമുള്ളവരെ. ആരുടെ മേലാ വലങ്കൈ വെക്കുന്നേ? അവൻ്റെ കാൽക്കൽ വീഴുന്നവരിലേക്ക് വലങ്കൈ വെക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന കർത്താവാണ്. ആ കർത്താവിൻ്റെ ആ ആണിപ്പഴുതുള്ള കരം നമ്മളുടെ മേലൊന്ന് വെച്ചാലുണ്ടല്ലോ, എന്തെല്ലാം അനുഗ്രഹങ്ങളാണെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ ആ കരങ്ങളിലേക്ക് നോക്കിയാൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ആ കരങ്ങളിൽ നിന്നും ഒഴുകുന്നുണ്ടെന്നറിയാമോ? ഇവിടെ യോഹന്നാൻ മരിച്ചവനെ പോലെ കർത്താവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. തനിക്ക് എന്ത് കിട്ടി? തനിക്ക് ജീവൻ കിട്ടി എന്നുള്ളതാണ്. താൻ മരിച്ചവനെ പോലെ വീണെങ്കിൽ തൻ്റെ ജീവിതത്തിലെ നിരാശകൾ മാറി, അല്ലെങ്കിൽ എന്ത് പ്രതികൂലങ്ങളുണ്ടോ അതെല്ലാം മാറിയിട്ട് എത്രയോ നാളുകൾ പട്ടിണി കിടക്കുകയാണ് ആ മനുഷ്യൻ. പക്ഷെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വലങ്കരം വെച്ചപ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ വലങ്കരത്തിൽ നിന്ന് ഒഴുകുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ് പ്രിയമുള്ളവരെ. നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ആ ആണിത്തഴമ്പുള്ള കരം അവരെ ഉയർത്തി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ, ഇനിയും അനുഗ്രഹം മാത്രമല്ല, നമ്മുടെ കർത്താവിൻ്റെ കരത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു സമാധാനമുണ്ട് പ്രിയമുള്ളവരെ. നമുക്കറിയാം, ഭയപ്പെട്ട് റൂം അടച്ച് ഉള്ളിലിരിക്കുക. കർത്താവ് അവരുടെ നടുവിൽ പ്രത്യക്ഷനായിട്ട് കൈ ഉയർത്തി, സമാധാനം, നിങ്ങൾക്ക് സമാധാനം, കൈ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ ആ കരത്തിൽ നിന്നും ഒഴുകുന്ന ഒരു സമാധാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ നമ്മൾ അലയുകയാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ആ കർത്താവിനെ നമ്മളൊന്ന് കാണണം. ആത്മവിവശതയിൽ ആ കർത്താവിനെ നമ്മളൊന്ന് കാണണം. നമ്മളോട് സംസാരിക്കുന്നവൻ്റെ ആ നാദം നമ്മളൊന്ന് കാണണം, ആ സ്വരം നമ്മളൊന്ന് കേൾക്കണം, ആ കർത്താവിൻ്റെ പൊന്നുമുഖം നമ്മളൊന്ന് ദർശിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾക്ക് അനുഗ്രഹം നൽകുന്ന, നമുക്ക് സൗഖ്യം നൽകുന്ന ഒരു കർത്താവാണ് ആ കർത്താവിൻ്റെ കരമെന്ന് പറയുന്നത്. ഒരു കുരുടനായ മനുഷ്യൻ കർത്താവ് കാഴ്ച കൊടുക്കുകയാണ്. കർത്താവ് നിലത്ത് തുപ്പി ചേറുണ്ടാക്കിയിട്ട് ആ കയ്യിൽ ആ ചേറെടുത്തിട്ട് അവൻ്റെ കണ്ണിലൊന്ന് പുരട്ടി. ഒരുപക്ഷെങ്കിൽ തൽക്കാലം അത് നീറും. ഇനി അത് മാത്രമല്ല, അവനൊരല്പം വെള്ളം കൊടുത്തിട്ട് കഴുകാനല്ല പറഞ്ഞത്, നീ ശിലോഹവും കുളത്തിൽ പോകണം, നീ അത്രയും ദൂരം യാത്ര ചെയ്യണം. ചോദ്യം വേണ്ട, എങ്ങനെ പോകും കർത്താവേ? അവൻ എങ്ങനെ പോയി? കർത്താവ് നമ്മളോട് പറയുമ്പോൾ ആ കർത്താവിൻ്റെ പ്രവർത്തനം നമ്മളൊന്ന് അനുഭവിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതയാണത്. ഇനി അത് മാത്രമല്ല, നമ്മുടെ കർത്താവിങ്കിൽ നിന്ന് നമുക്ക് തരാനായിട്ട് തുടങ്ങിയാലുണ്ടല്ലോ, ഒരു മനുഷ്യനെ കൊണ്ടും തടയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ
നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ ഒരു ചമ്മട്ടിയോടുണ്ട് കേട്ടോ, ഒരു ചമ്മട്ടി. ആ ചമ്മട്ടി എങ്ങനെ ഉണ്ടാക്കിയെന്നറിയാമോ? ആ ചമ്മട്ടി എങ്ങനെ ഉണ്ടാക്കിയെന്നറിയാമോ? അവർ കൊണ്ടുവന്ന ആടുമാടുകളെ കെട്ടിക്കൊണ്ടുവന്ന കയറാണെന്ന് മറക്കരുത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചില കയറുകൾ കോർത്തിണക്കി ചാട്ടയാക്കി നമ്മളെ പുറത്താക്കാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കരുത് കേട്ടോ. നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ നമ്മളൊന്നറിയണം. ഇനിയും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച 2:1 പെട്ടെന്ന് വേണം. 2:1 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ നോക്കിക്കേ. അവിടെയും ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. മതി. ഇവിടെ വായിക്കുന്ന പൊൻനിലവിളക്ക്, 7 പൊൻനിലവിളക്ക് എന്ന് പറയുന്നത് 7 സഭകളാണ്. ആ ആസിയയിലെ 7 സഭകളാണ്. ഈ നമ്മുടെ കർത്താവ് സഭയിലുണ്ടെന്നുള്ളത് സത്യമാണ്, നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ സഭകളുടെ നടുവിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. ഞാൻ സഭകളുടെ നടുവിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. എൻ്റെ പ്രിയമുള്ളവരെ, സഭയിൽ, അതായത് ഒരു ലോക്കൽ ചർച്ച് മാത്രം നമുക്കൊരു ബന്ധം മതിയോ? എന്നാലോചിച്ച് നോക്കിയേ. ദൈവവചനം പറയുന്ന നോക്കിയേ, അവൻ സഭയുടെ നടുവിലല്ല, സഭകളുടെ നടുവിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഒരു പക്ഷെങ്കിൽ അതൊരു പുതിയ സിദ്ധിയായിട്ട് തോന്നിയേക്കാം. അവിടുന്ന് എന്തിനാ 7 സഭകളെ തെരഞ്ഞെടുത്തു? ചില കിലോമീറ്ററുകൾ മാത്രം അകലമുള്ള ആ സഭകളെ തെരഞ്ഞെടുത്തിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ഈ സഭകളുടെ നടുവിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു സഭയെ പോലും കർത്താവ് വിടുന്നില്ല. കർത്താവ് തൻ്റെ ചോരയാൽ വീണ്ടെടുത്ത ആ ദൈവസഭയെന്ന് പറയുന്നത്, സഭകളെന്ന് പറയുന്നത് 2 ഉദ്ദേശമാണ്. കർത്താവ് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. അവൻ നിൽക്കുന്നവനാണ്. എന്തിന്? ആരാധന സ്വീകരിക്കുവാൻ. 2, സഭകളുടെ നടുവിൽ കർത്താവ് നടക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. ഹീസ് വർക്കിംഗ്. അവൻ നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. കർത്താവ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിലൂടെ കർത്താവിൻ്റെ പ്രവർത്തനം നടത്തണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. 2:1 ഒരു വാക്യം, ഒരുപാട് വാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ അരുളി ചെയ്യുന്ന കർത്താവാണ്. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്ന കർത്താവാണ്. കേവലം പറയുകയല്ല, കേവലം സംസാരിക്കുകയല്ല, അരുളി ചെയ്യുന്ന കർത്താവാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ അരുളി ചെയ്യുന്ന കർത്താവാണ്. കർത്താവ് എന്തരുളി ചെയ്യുന്നോ അത് ചെയ്യുവാൻ ഞാനും നിങ്ങളും തയ്യാറായിരിക്കണം. മാത്രമല്ല, നമ്മുടെ കർത്താവ് അറിയുന്നവനാണ്. നമ്മുടെ കർത്താവ് അറിയുന്നവനാണ്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിങ്ങളുടെ പ്രയത്നം ഞാൻ അറിയുന്നു, നിങ്ങളുടെ അധ്വാനവും കഠിനാധ്വാനവും എല്ലാം ഞാൻ അറിയുന്നു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നു. ഇന്ന് പലപ്പോഴും നമ്മളുടെ ഓരോരുത്തരുടെയും ദൈവസഭയോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക പോലുമില്ല, എൻ്റെ കർത്താവ് ഇവിടെയുണ്ടോ, കർത്താവ് നമ്മളുടെ നടുവിലുണ്ടോ, ദൈവസഭയുടെ നടുവിലുണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഭയപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് അറിയുന്ന കർത്താവാണ്. ഇനി മാത്രവുമല്ല, അവിടുന്ന് അറിയുന്നവൻ മാത്രമല്ല, നമ്മളെ അഭിനന്ദിക്കുന്ന കർത്താവുമാണ്. യാതൊരു സംശയവുമില്ല. നമ്മളെ അറിയുന്ന കർത്താവാണ്. നമ്മളെ പ്രോത്സാഹിപ്പിക്കും, നമ്മളെ അഭിനന്ദിക്കുന്ന ഒരു കർത്താവാണ്. മാത്രമല്ല, നമ്മൾക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു കർത്താവാണ്. കർത്താവിൻ്റെ ആലോചനകൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടിടയായി തീരണം. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ഇതെനിക്കുള്ള ദൈവവചനമാണ്, ആലോചന തന്ന് മാത്രമല്ല, നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന കർത്താവാണ്. നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കർത്താവാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എൻ്റെ സമയം ഞാൻ കർത്താവിന് കൊടുക്കാറുണ്ട്, എൻ്റെ പൈസ ഞാൻ കർത്താവിന് കൊടുക്കാറുണ്ട്, പല കാര്യങ്ങൾ. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന് ആവശ്യം എന്നെയും നിങ്ങളെയുമാണ്. മറക്കരുത് കേട്ടോ. ടോട്ടലി നമ്മളെ കർത്താവിന് സമർപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. നമ്മളെ കർത്താവിന് കൊടുക്കുമ്പോഴാണ് കർത്താവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അതുമാത്രവുമല്ല, നമ്മുടെ കർത്താവ് ആഹ്വാനം ചെയ്യുന്ന കർത്താവാണ്.
ആഹ്വാനം ചെയ്ത് നമ്മളെ ന്യായവിധി ഓർമ്മപ്പെടുത്തുന്ന ഒരു കർത്താവാണ്. എഫേസോസ് സഭയോടുള്ള ബന്ധം, അല്ലെങ്കിൽ അത് തുടങ്ങി ലവോദിക്ക സഭ മൊത്തവും നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്ന ചില ആഹ്വാനങ്ങളുണ്ടല്ലോ, അത് വളരെ ഭയനിർദ്ദേശകമാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുത്ത ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾ മറക്കരുത്. നമ്മൾ വിചാരിക്കും കർത്താവ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല, കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ് എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ ചിന്തിച്ചേക്കാം. എഫേസോസ് സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് അവർക്കൊരാലോചന കൊടുക്കുന്നുണ്ട്, അവരോട് ആഹ്വാനം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞു. എന്തായിരുന്നു ആ ആദ്യ സ്നേഹം? ദൈവത്തോടുള്ള ആദ്യ സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനോടുള്ള ആദ്യ സ്നേഹം, ദൈവസഭയോടുള്ള ആദ്യ സ്നേഹം, ദൈവജനത്തോടുള്ള ആദ്യ സ്നേഹം, ദൈവവചനത്തോടുള്ള ആദ്യ സ്നേഹം. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, കർത്താവിങ്കലേക്ക് വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഫസ്റ്റ് ലവ് നഷ്ടപ്പെട്ടു. എഫേസോസ് സഭയോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ആദ്യത്തെ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഞാൻ സഭയോടായി ഇടപെടാനായിട്ട് പോകുന്നത്. ദൈവസഭയെ അതിൻ്റെ നിലയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവുക? നീക്കിക്കളയാനായിട്ട് പോവുക. നീക്കിക്കളയും ദൈവം. നീക്കിക്കളയാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് ആരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവരൊരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ പ്രവൃത്തി, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കാതെ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കർത്താവിനോടുള്ള ആ അഗാധമായ സ്നേഹത്തിൽ നമുക്കതൊക്കെ ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അവിടുന്ന് അവസരം നൽകുന്നവനും അവൻ അനുവദിക്കുന്നവനുമാണ്. മറക്കരുത് കേട്ടോ. അവിടുന്ന് നമുക്ക് അവസരങ്ങൾ തരും, ദൈവത്തിന്റെ വചനം കേൾക്കാൻ, ദൈവത്തിന്റെ വചനം കേട്ട് നമ്മൾക്ക് മാനസാന്തരപ്പെടാൻ. പക്ഷെങ്കിൽ ദൈവവചനം പറയുന്നു, നീ പല കാര്യങ്ങളും അനുവദിക്കുന്നു. നമ്മുടെ കർത്താവ് അനുവദിക്കുന്നവനാകട്ടോ. ആ ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. ഓരോ സഭയോടുള്ള ബന്ധത്തിലും, സ്മുർണ സഭ എന്ന് പറയുന്നത് അവർക്ക് കഷ്ടമനുഭവിക്കാനായിട്ട് പേടിയാ. കർത്താവ് അവരെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ അവർ പറയുക, അത് പേടിക്കുകയാണവർ. ഓരോ സഭയോടുള്ള ബന്ധത്തിലും കർത്താവിന് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. മടങ്ങി വരാം. കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അല്ലെങ്കിൽ ദൈവവചനത്തിൽ ധാരാളം പ്രാവശ്യം നമുക്ക് ഈ കർത്താവിൻ്റെ ആ ആഗ്രഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് 1 കൊരിന്ത്യർ 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാറാനാഥ, നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവ് വരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എന്തിനു സ്നേഹിക്കണം? അവൻ എൻ്റെ കർത്താവാണ്. അവൻ എൻ്റെ കർത്താവാണ്. ഞാൻ ഒരിക്കൽ യേശുവിനെ എൻ്റെ കർത്താവിൻ രക്ഷിതാവുമായിട്ട് ഞാൻ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ ഇടയായി തീരണം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. സൗമ്യത എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ നോക്കിയപ്പോൾ മീക്ക്നെസ് അല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന മോഡറേഷൻ എന്ന്. ലെറ്റ് യുവർ മോഡറേഷൻ എന്ന് പറഞ്ഞാൽ കേവലം സൗമ്യതയല്ല, നിങ്ങളുടെ അടക്കം. മനസ്സിലായോ? അടക്കം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ഇന്ന് യാതൊരു അടക്കമില്ലാത്തവരായിട്ട് മാറി, സൗമ്യതയില്ലാത്തവരായിട്ട് മാറി. ദൈവസഭകളിൽ ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ ഏകചിന്തയോടിരിക്കണം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ ആ പ്രാരംഭം മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. 2 പേര് മതി പ്രിയമുള്ളവരെ. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. കർത്താവ് കാര്യം തീർക്കും. ഇവിടെ വെച്ചും തീർക്കും, അവിടെ വെച്ചും തീർക്കും. നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. തലമുറയോട് പോലും കർത്താവ് കാര്യങ്ങൾ തീർക്കുമെന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ മറന്നു പോകരുത്. ദൈവസഭയോട് നമ്മൾ കളിക്കുന്നത്, നമ്മൾ ഇടപെടുന്നത് നമ്മൾ സൂക്ഷിച്ചു വേണം. ഇത് തീക്കളിയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ.
നമ്മുടെ കർത്താവ് സൗമ്യതയുള്ളവനാണ്. നമ്മുടെ കർത്താവ് സൗമ്യതയുള്ളവനാണ്. ആ കർത്താവിനോട് ചേർന്ന് ഒന്ന് പഠിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്ന്. നമ്മളിന്ന് ദൈവസഭകളിൽ ദൈവജനത്തിന് ആശ്വാസമുണ്ടോ? വരുന്ന തലമുറയ്ക്ക് ആശ്വാസമുണ്ടോ? ഒരു കംഫർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടോ ദൈവസഭയിൽ നിന്നും? അതോ അതിന് വിഘാതമായിട്ട് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. കർത്താവിനെ സ്നേഹിക്കണം. നമ്മുടെ മോഡറേഷൻ, നമ്മുടെ സൗമ്യത, നമ്മുടെ അടക്കം സകല മനുഷ്യരും അറിയുവാൻ ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. എന്തിനാ? നിങ്ങളുടെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം സൂക്ഷിച്ചു കൊള്ളുക. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എന്നെ ഏൽപ്പിക്കാത്തത് ഞാൻ ചെയ്യണ്ട. കർത്താവ് ഒരിക്കലും കണക്ക് ചോദിക്കത്തില്ല. നിനക്കുള്ളത് നീ മുറുകെ പിടിച്ചുകൊള്ളുക. നിന്നെ എന്തുത്തരവാദിത്തമാണോ ഏൽപ്പിച്ചിരിക്കുന്നത് മുറുകെ പിടിക്കുക പ്രിയമുള്ളവരെ. 22-ാം അധ്യായം 7-ാമത്തെ വാക്യം നമ്മുടെ കർത്താവ് പറഞ്ഞു, ബിഹോൾഡ് ഐ കം ക്വിക്ക്ലി. ഈ പ്രവചനത്തിലെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തിലെ ഈ പ്രവചനങ്ങൾ പ്രമാണിച്ച് ഒരു ഭാഗ്യവാൻ എന്നുള്ള പദവിയിലേക്ക് നമുക്ക് ഉയരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രിയമുള്ളവരെ. തുടർന്ന് 12-ാമത്തെ വാക്യത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ ഒരു നാഴിയും ഒരു തുലാസും ഒരു തുരുത്തിയുമുണ്ട് പ്രിയമുള്ളവരെ. എന്തിനു വേണ്ടിയാ? നമ്മുടെ എല്ലാം അറിയുന്ന ഒരു കർത്താവ്. നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ ചെത്തി വെടിപ്പാക്കുന്ന ഒരു കത്തിയുണ്ട്. അത് കർത്താവ് ഉപയോഗിക്കും. ആരിൽ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവ മക്കളുടെ മേൽ കർത്താവ് അത് ഉപയോഗിക്കും. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ച വേദഭാഗം, ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ ഞാൻ വേഗം വരുന്നു. ആമേൻ എന്ന് പറയാൻ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവരെ? ആമേൻ എന്ന് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ കുറവുകളെ കണ്ടുണർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ, നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ പ്രത്യാശയോടെ സ്നേഹത്തോടെ വരവേൽക്കുവാൻ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യാശയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദോസ് ഹു ലവ് ഹിസ് അപ്പിയറിങ്സ്. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ പ്രത്യാശയോടെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം പ്രിയമുള്ളവരെ. ഒരുപക്ഷെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് എത്ര നാളാണ് ജീവിക്കാൻ നമുക്ക് അനുവദിക്കുന്നത് നമുക്കറിയത്തില്ല. എന്നാൽ ഒരിക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കാണാനായിട്ട് പോവുകയാണ്. നമ്മുടെ വാങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം, നമ്മുടെ അരുമനാഥനെ നമുക്ക് കാണാം. ഒരുമിച്ച് കർത്താവിനോടൊത്ത് നിത്യകാലം നമുക്കായിരിക്കാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ കണ്ണുനീരെല്ലാം തോരും, നമ്മുടെ ദുഃഖമെല്ലാം മാറും, നമ്മുടെ പ്രയാസമെല്ലാം മാറും, നമ്മുടെ ഏകാന്തതകൾ മാറും, നമ്മുടെ അലച്ചിലുകൾ മാറും. നമ്മൾ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ പോവുകയാണ്. പണ്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ പാടാറുള്ള ഒരു പാട്ടുണ്ടായിരുന്നു, കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലേ. ഈ ഭൂമിയിൽ കൊടുങ്കാറ്റും കോളും കാറും ഒക്കെ ഉണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ കർത്താവ് നമ്മുടെ വലം കൈക്ക് പിടിച്ച് നമ്മളെ നടത്തുന്ന ഒരു നല്ല കർത്താവാണ്. ആ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കാൻ കർത്താവ് എത്രത്തോളം ദിനങ്ങൾ അനുവദിക്കുന്നോ അത്രത്തോളം ദിനങ്ങൾ കർത്താവിനെ സ്നേഹിച്ചായിരിക്കാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. നിങ്ങളടിയനോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.